5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എൻ്റെ പേര് രഘു രാമദാസ്, മിത്രനികേതനിൽ വർക്ക് ചെയ്യുന്നു. റൂറൽ ഡെവലപ്മെൻറ്റ്, റൂറൽ ടെക്നോളജി, എഡ്യൂക്കേഷൻ ഈ മേഖലകളിലാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. മില്ലറ്റ് അതുപോലൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഈ അടുത്ത കാലത്തായിട്ട് മില്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മില്ലറ്റ് മിഷൻ കേരള എന്ന് പറഞ്ഞ് NGOസിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വൈസ് പ്രസിഡൻറ്റും കൂടെയാണ്. ഈ മില്ലറ്റിനെ കുറിച്ച് നമ്മളെല്ലാം കുറച്ച് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് 2023 ഇൻ്റർനാഷണൽ മില്ലറ്റ് ഇയറായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതിനു മുമ്പും നമുക്കെല്ലാവർക്കും അറിയാം മില്ലറ്റിനെ കുറിച്ച്. നമ്മളെല്ലാവരും വളരെ കോൺഷ്യസ് ആണ്. ചെറുധാന്യങ്ങൾ എന്ന പേരിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഭക്ഷ്യ വസ്തുവാണ്. നമ്മളുടെ നാട്ടിൽ അരിക്കും ഗോതമ്പിനുമൊക്കെ വളരെ മുമ്പ് തന്നെ ഈ ചെറുധാന്യങ്ങൾ നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മളെല്ലാം ചാമയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, റാഗിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ചാമ വിള എന്ന് പറഞ്ഞ സ്ഥലം തന്നെയുണ്ട്. അപ്പോൾ പക്ഷേ അതിനെക്കുറിച്ച് അരിയും ഗോതമ്പും പ്രത്യേകിച്ച് നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് സൗജന്യമായിട്ട് അരിയും ഗോതമ്പും ഒക്കെ ലഭ്യമായതിന് ശേഷം ഈ മില്ലറ്റിനെ കുറിച്ച് പലരും മറന്നുപോയി. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും തന്നെ എല്ലാവരും മറന്നുപോയി. ഒരുപക്ഷെ നമ്മുടെ ട്രൈബൽ ഏരിയയിലൊക്കെ തന്നെ ഈ റാഗിയും ചാമയും ഒക്കെ ഒരു കാലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. പച്ചരിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിത്തുടങ്ങിയതിന് ശേഷമാണ് ഈ ചാമയുടെ കൃഷിയൊക്കെ അങ്ങ് നിന്നുപോയത്. പക്ഷേ ഈ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഈ ഡയബറ്റീസ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം എല്ലാവരും കോൺഷ്യസായി. പ്രത്യേകിച്ച് ഈ ഇൻ്റർനാഷണൽ മില്ലറ്റ് ഇയർ ആയതിനു ശേഷം കുറേ കൂടെ കോൺഷ്യസായി. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ഈ മില്ലറ്റ് ഇന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ വില ഏതാണ്ട് ഇരട്ടിയിലധികം തന്നെ വർദ്ധിക്കുകയുണ്ടായി. സാധാരണക്കാരുടെ ഭക്ഷണം ഇപ്പോൾ ഏതാണ്ട് ഒരു റിച്ച് മാൻ്റെ ഫുഡ് പോലെ ആയി മാറിക്കഴിഞ്ഞു. മില്ലറ്റ് ഇന്ത്യയിലും ലോകത്തും ഒട്ടുക്കെ കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അതിൻ്റെ കൃഷി പൊതുവേ കുറവാണ്. ഇപ്പോൾ അത് തീർത്തും കുറവാണ്. നമ്മളുടെ അട്ടപ്പാടി പോലുള്ള മേഖലയിലൊക്കെ റാഗിയും ചാമയും തിനയും ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. പ്രത്യേകിച്ച് തിനയൊക്കെ നമുക്ക് അറിയാവുന്നത് നമ്മളുടെ പക്ഷികൾക്ക്, ബേഡ്സിന് കൊടുക്കുന്നൊരു ഫുഡ് എന്ന നിലയ്ക്ക് എല്ലാവർക്കും അറിയാം. ചാമ നമുക്കറിയാം. അതുപോലെ തന്നെ റാഗിയും റാഗിപ്പൊടിയുമാണ് നമ്മൾ കൂടുതലും കൂവരകാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ ന്യൂട്രീഷൻ ക്വാളിറ്റിയെക്കുറിച്ചും അതിൻ്റെ പ്രോട്ടീൻ അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ മനസ്സിലാക്കിയതിന് ശേഷം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ ഫൈബർ റിച്ച് ഫുഡിന് ഇപ്പം നമുക്ക് ഏറെ പ്രിയമാണ്. നമ്മളുടെ ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ വന്നതിന് ശേഷമാണ് ഫൈബർ റിച്ച് ഫുഡൊക്കെ നമ്മൾ തേടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മില്ലറ്റ്സിൻ്റെ പുറകെ ആൾക്കാർ പോയി തുടങ്ങി. ഇന്നിപ്പോൾ മില്ലറ്റ്സ് ഏതാണ്ട് 1/2 കിലോ മില്ലറ്റ് ഇപ്പോൾ ചാമയാണെങ്കിൽ എല്ലാം 100 രൂപയോ അതിന് മേലെയാണ് ഉള്ളത്. നമ്മൾക്കിപ്പോൾ ചാമ ലഭ്യമാണ്, അതുപോലെ തിന ലഭ്യമാണ്, ഈ പറഞ്ഞ കുതിരവാലി, പലതരത്തിലുള്ള മില്ലറ്റ്സ് കിട്ടുന്നുണ്ട്. പലതും നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുത്തി ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അരിയെക്കാട്ടിയും ഗോതമ്പിനെക്കാട്ടിയും, ഇതൊരു കാർബോഹൈഡ്രേറ്റ് ഫുഡ് ആണെങ്കിൽ പോലും അരിയെക്കാട്ടിയും ഗോതമ്പിനെക്കാട്ടിയും വളരെ സ്ലോയിലി ഗ്ലൂക്കോസ് റിലീസ് ഉള്ളതെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് പല ഡയബറ്റിക് പേഷ്യൻസും ഈ അരിക്ക് പകരം ഒരു നേരമെങ്കിലും മില്ലറ്റ്സ് ഉപയോഗിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഇത് നമ്മൾ അരി വെച്ച് എന്തൊക്കെ ഉണ്ടാക്കുന്നു അതെല്ലാം തന്നെ ഇത് വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക്. പലരും ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്, പുട്ടുണ്ടാക്കുന്നുണ്ട്, കഞ്ഞി, ചോറ്, പായസം. ഈ തിനയുടെ പായസം വളരെ പ്രസിദ്ധമാണ്. അതുപോലെ എല്ലാ ഐറ്റംസും ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഒരുപാട് ചെറിയ വിമൻ യൂണിറ്റൊക്കെ മില്ലറ്റ്സിൻ്റെ പല വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മില്ലറ്റ് റെസിപ്പീസും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളവരൊക്കെ ദിവസം ഒരു നേരമെങ്കിലും മില്ലറ്റ് പ്രധാന ഭക്ഷണമാക്കി മാറ്റേണ്ടതാണ്. ഞാനൊക്കെ എല്ലാ ദിവസവും രാവിലെ ഉപ്പുമാവായിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റു ഭക്ഷണം പോലെ രുചികരമായിട്ട് കഴിക്കുകയും ചെയ്യാം. കുട്ടികളൊന്നും മില്ലറ്റ് കഴിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിനധികം രുചിയില്ല എന്നുള്ളതാണ്. എനിക്കൊരു 1-2 ഓൺട്രപ്രണേഴ്സിനെ അറിയാം. അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് മില്ലറ്റ് നല്ല ഫുഡാണ്, കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ മധുരം ചേർക്കാറുണ്ട്. മധുരം ചേർക്കുന്ന സാധാരണ
പ്രായമായ ഡയബറ്റിക് പേഷ്യൻസ് ഒന്നും അത്ര അപ്രീഷിയേറ്റ് ചെയ്യില്ലെങ്കിലും കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി മധുരം ചേർത്ത് മില്ലറ്റ്സ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. മില്ലറ്റ് കുക്കീസിനെക്കാട്ടിയും നല്ലത് മില്ലറ്റ്സിൻ്റെ ദോശ, ഇഡ്ഡലി, പുട്ട്, ഉപ്പുമാവ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. നമുക്ക് ഏറ്റവും നല്ലത് ചാമ തന്നെയാണ്. ചാമയും റാഗിയും എല്ലാം നല്ല മില്ലറ്റ്സാണ്. നമുക്ക് ലഭ്യമായ മില്ലറ്റ്സ് മാറി മാറി ഉപയോഗിക്കാം. സാധാരണഗതിയിൽ മില്ലറ്റ് കഴിക്കുന്നത് ഒരാൾക്ക് ഒരു പിടി മില്ലറ്റ് മതിയാവും. ഒരു പിടി മില്ലറ്റ് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് 8 മണിക്കൂറോളം കുതിർക്കണം. അത് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അതിനെ കുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാക്കി കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അത് നമുക്ക് കഴിക്കാം. ഒരു നേരം കഴിക്കാം, ഒന്നിലധികം സമയവും കഴിക്കാം, കുഴപ്പമില്ല. ഏറ്റവും നല്ല ഭക്ഷണമാണ്. നമ്മളത് പ്രൊമോട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ മില്ലറ്റ് മിഷൻ കേരളയുടെ ഭാഗമായിട്ട് എല്ലാ ശനിയാഴ്ചയും ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ട്. കാരണം ആൾക്കാർക്കിടയിൽ കൂടുതൽ അവയർനെസ് വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതിൻ്റെ ഉപയോഗം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉപയോഗം പ്രൊമോട്ട് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ബിസിനസ് അല്ല. അപ്പം നമ്മളുടെ നാട്ടിൽ കൃഷിയും പ്രൊമോട്ട് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. പക്ഷേ കൃഷിക്ക് യോജിച്ച ഒരു ക്ലൈമറ്റ് അല്ല കേരളം എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഈ കണ്ണൂരിലും അതുപോലെ വയനാട്ടിലും ഇടുക്കിയിലും അട്ടപ്പാടിയിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ചാമയും അതുപോലെ റാഗി, തീന, വരകും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ മണിച്ചോളം എന്ന് പറഞ്ഞാൽ ജോവാർ, സ്വർഗം, അതുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം നമുക്ക് വലുതായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്ക് തന്നെ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൃഷിക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത മഴ കൂടുതൽ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് വരൾച്ചയിലും അതിനെ കൃഷി ചെയ്യാം. നമ്മളുടെ മിക്കവാറുമുള്ള ഇത് സ്യൂട്ടബിൾ അല്ലാത്ത ക്ലൈമറ്റും ഇത് സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത. ഒരു ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചറിൽ പറ്റിയൊരു ക്രോപ്പാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. മില്ലറ്റ് നമ്മളെല്ലാവരും കഴിക്കേണ്ട, നമ്മളുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ഈ ചെറുധാന്യം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.